ദൈവത്തിന് നമ്മളെയും വിശ്വസിക്കാൻ കഴിയണം. നമ്മൾ ദൈവത്തെ വിശ്വസിക്കുന്നതിന് മുന്നമേ ദൈവം നമ്മളെ വിശ്വസിച്ചു എന്നതൊരു സത്യമാണ്. അവൻ നിങ്ങളെ വിശ്വസ്തരെന്ന് എണ്ണി. എൻ്റെ വിശ്വസ്തത ഞാൻ തെളിയിക്കുന്നതിന് മുൻപ് തന്നെ ഞാനൊരു വിശ്വസ്തനായിരിക്കുമെന്ന് അവൻ എന്നെ മനസ്സിലാക്കി. അവൻ അങ്ങനെ എണ്ണി. അവൻ എന്നെ വിശ്വസ്തനെന്ന് എണ്ണി അവൻ്റെ ശുശ്രൂഷ എന്നെ ഏൽപ്പിച്ചു. ദൈവമക്കളെ, ഏലിയാവിൻ്റെ കാലഘട്ടത്തിൽ ഒരു കാക്കയെ അപ്പവും ഇറച്ചിയും കൊണ്ട് കൊടുക്കാൻ ദൈവം തിരഞ്ഞെടുത്തത് നമ്മൾ കാണുന്നുണ്ട്. കാക്ക എന്ന് പറയുന്നത് അപ്പം തട്ടിപ്പറിച്ചുകൊണ്ട് പോകുന്ന പക്ഷിയാണ്. അതിൻ്റെ ചുണ്ടിൽ ഒരു കാര്യം എത്തിയാൽ അത് ലക്ഷ്യസ്ഥാനത്ത് എത്തുകയില്ല. അത് സത്യത്തിൽ കാക്കയുടെ സ്വഭാവം വെച്ചിട്ട് ആ പക്ഷി അതിനെ കുത്തി വലിച്ച് തിന്നേണ്ടതാണ്. ആ അപ്പവും ഇറച്ചിയും ഏതെങ്കിലും മരച്ചില്ലയിൽ കൊണ്ടുവച്ച് കുത്തി വലിച്ച് തിന്നേണ്ടതാണ്. പക്ഷെ തീർച്ചയായിട്ടും ഏലിയാവിന് വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത ആ കാക്കയെ ദൈവത്തിന് വിശ്വാസമായിരുന്നു. അത് റൂട്ട് മാറിക്കൊണ്ടുപോയി കുത്തി വലിച്ച് തിന്നില്ല, അത് ലക്ഷ്യസ്ഥാനത്ത് അത് എത്തിക്കുമെന്ന് ദൈവത്തിനൊരു ട്രസ്റ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ പക്ഷി ഒത്തിരി പാട്ടുകളിൽ ഇടം പിടിച്ചത്. ആ പക്ഷി, ആ പറവയെ ഇന്നും പലരും പ്രസംഗിക്കുന്നത്, മെസ്സേജുകളിൽ ഉൾപ്പെടുത്തുന്നത്. നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ, ദൈവത്തിന് നമ്മളെ വിശ്വസിക്കാൻ കഴിഞ്ഞാൽ പല കൈമാറ്റങ്ങളും നടക്കും, പല അത്ഭുതങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. ഒരിക്കലും നമ്മുടെ അകത്ത് അവിശ്വാസം എന്ന ദുഷ്ടഹൃദയം ഉണ്ടാകരുത്. അതിനുള്ള എല്ലാ സാഹചര്യങ്ങളെയും ഒഴിവാക്കണം. അതിനുള്ള എല്ലാ അറ്റ്മോസ്ഫിയറുകളെ മാറ്റണം. നമ്മുടെ ഫെയ്ത്ത് വർദ്ധിക്കാൻ, നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കുവാനുള്ള അറ്റ്മോസ്ഫിയറിൽ നമ്മൾ ജീവിക്കണം. എന്ന് പറഞ്ഞാൽ നല്ല വിശ്വാസം വർദ്ധിപ്പിക്കുന്ന പ്രസംഗങ്ങൾ കേൾക്കുക, വചനങ്ങൾ വായിക്കുക, വായിക്കൊണ്ടത് പ്രഖ്യാപിക്കുക, പാട്ടുകൾ കേൾക്കുക. അങ്ങനെയുള്ള നെഗറ്റീവ് പറയാത്ത ആളുകളുമായി അസോസിയേറ്റ് ചെയ്യുക. നമ്മൾ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ നിൽക്കുമ്പോൾ നമ്മുടെ ക്രിസ്തീയ ജീവിതം ഭയങ്കര ശക്തമായി മാറും. ജ്ഞാനിയോട് കൂടെ നടക്കുക, എന്നാൽ നീയും ജ്ഞാനിയാകും എന്നാണ് ബൈബിൾ എഴുതിയിരിക്കുന്നത്. ഇന്ന് ഞാൻ വായിപ്പിച്ച വാക്യം പോലെ യെശയ്യാ പ്രവചനം 6 പറയുന്നുണ്ട്, പ്രവാചകൻ പറയുന്നുണ്ട്, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിൻ്റെ ഇടയിൽ വസിച്ചതിനാൽ ഞാനും ശുദ്ധിയില്ലാത്ത അധരമുള്ളവനായി മാറിയെന്ന്. നമ്മളുടെ ആ റൈറ്റ് അസോസിയേഷൻ, റൈറ്റ് കണക്ഷൻസ്, ആ റൈറ്റ് അറ്റ്മോസ്ഫിയർ നമ്മുടെ സ്പിരിച്വൽ ലൈഫിനെ ബിൽഡപ്പ് ചെയ്യും. ഹല്ലേലൂയ. അതിനുള്ള സാഹചര്യങ്ങളെ നിങ്ങൾ തന്നെ ഉണ്ടാക്കേണ്ടത് ആവശ്യമാണ്.